ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിൻ്റെ ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ അമ്പലത്തിൽ പോയി ശയനപ്രദക്ഷിണമൊക്കെ ചെയ്യുന്ന രേവതിയാണെങ്കിൽ വീട്ടിൽ വന്ന് അവശയായി കിടക്കുകയാണ് കേട്ടോ. ഒന്നിനും പറ്റുന്നില്ല രേവതിക്ക്, പണികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ റെസ്റ്റ് എടുക്കാനെന്ന നിലയിൽ റൂമിൽ കിടക്കുന്നുണ്ട്. അപ്പം ഇതേ സമയത്താണ് നമ്മുടെ ചന്ദ്രമതി ആകെ വിശന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ കിച്ചണിൽ ചെല്ലുമ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് കാണുന്ന ചന്ദ്രമതി ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട്, ഇവളെന്താ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ, എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഗിക്കൊണ്ട് രേവതിയുടെ റൂമിലേക്ക് ചെല്ലാണ്. അപ്പോൾ രേവതി ആണെങ്കിൽ റൂമിൽ റെസ്റ്റ് എടുക്കുന്നത് കണ്ടിട്ട് ചന്ദ്രമതിക്കാണെങ്കിൽ ഇങ്ങനെ കലി വരികയാണ്. കാരണം ഫുഡൊന്നും ഉണ്ടാക്കാതെയാണ് വന്ന് കിടക്കുന്നത്. ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇവിടെ വന്ന് കിടക്കുന്നത്, നിനക്ക് എന്താ കുഴപ്പം ചോദിക്കുമ്പോൾ രേവതി സത്യം പറയാണ്, അമ്മ എനിക്ക് തീരെ വയ്യ, അമ്പലത്തിൽ പോയി ശയനപ്രദക്ഷിണ എടുത്തുകൊണ്ട് ഒട്ടും വയ്യ, മേലൊക്കെ ആകെ വേദനയാണെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു കുലുക്കവും ഇല്ല. ചന്ദ്രമതി പറയുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോടി, വേഗം പോയി ഫുഡ് ഉണ്ടാക്ക്, കൂടുതൽ വേലകളൊന്നും കാണിക്കണ്ട, മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും, അരമണിക്കൂർ ഞാൻ സമയം തരാം, അതിനുള്ളിൽ ഫുഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്യാണ് രേവതിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ്. അമ്മയാണെങ്കിൽ ഇങ്ങനെ കലിപ്പിച്ച് പറയുന്നു, തനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് അവിടെ ശ്രുതിയും കടന്നു വരുന്നത്. അപ്പോൾ ശ്രുതിയുടെ മുമ്പിൽ വെച്ചും ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശക്കുന്നുണ്ട്, നീ ഇവിടെ വേലെടുത്ത് കിടക്കാതെ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കാൻ പറയുകയാണ് കേട്ടോ രേവതിയോട്. ശ്രുതിക്കാണെങ്കിൽ കുറച്ച് സാധാപൊക്കെ തോന്നുന്നുണ്ട് രേവതിയുടെ ഈ അവസ്ഥ കണ്ടിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ എന്തിനാ, അവളെ കണ്ടിട്ട് തീരെ വയ്യെന്ന് തോന്നുന്നു, അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അവൾ തന്നെ ഫുഡ് ഉണ്ടാക്കണം, നീ എന്തിനാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, നീ എന്തിനാണ് അവൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ അവളല്ലേ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യേണ്ടത്, മോളാണോ, അവൾ വെറും പൂ കെട്ടുന്ന ഫാമിലിയിൽ നിന്ന് വന്ന ഒരു പെണ്ണാണ്, നീ അങ്ങനെയല്ലല്ലോ, നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, നീ വലിയ പണക്കാരിയല്ലേ, നിനക്ക് ഇതൊന്നും പറ്റുന്ന പണിയല്ല, അതൊക്കെ അവൾ ചെയ്തോളും, നീ മോള് വിഷമിക്കേണ്ട, മോൾ അടുക്കളയിൽ കയറിയാലേ അതിൻ്റെ നാണക്കേട് എനിക്ക് കൂടിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. അപ്പോൾ ഇതെല്ലാം അപ്പുറത്ത് റൂമിലിരുന്ന് രേവതി കേൾക്കുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വല്ലാതെ വിഷമാവുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, വയ്യാതെയാണെങ്കിലും താഴത്ത് പോയി ഫുഡെല്ലാം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് രേവതി. ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും റൂമിൽ പോയി റെസ്റ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ രേവതി ഉണ്ടാക്കി വെച്ച ഭക്ഷണമെല്ലാം ആസ്വദിച്ച് കഴിക്കുകയാണ് ചന്ദ്രമതി. കൂടെ ശ്രുതിയുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് രേവതിയും കൂടെ വിളിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ, എന്തിന്, എനിക്ക് തന്നെ അവളെ എന്തിനാണ് വിളിക്കുന്നത്, അവളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാറ്, നമുക്ക് ആദ്യം കഴിക്കാം. പിന്നെ രേവതിയുടെ കാര്യം പറഞ്ഞാൽ രേവതി ചായ പോലും കുടിക്കുന്നത് വലിയൊരു ചെമ്പിലൊക്കെയാണ്, അതുകൊണ്ട് അവളും കൂടെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലേ നമുക്ക് തികയില്ല, നമുക്ക് തികയാനുള്ള ഭക്ഷണമേ കിട്ടില്ല. അങ്ങനെയൊക്കെ വളരെ തരം താഴ്ത്തിയാണ് കേട്ടോ ചന്ദ്രമതി രേവതിയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് ശ്രുതിക്ക്. രേവതിയുടെ അവസ്ഥയാണെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. കാരണം ഒട്ടും വയ്യ, കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ പോലുള്ള ആരോഗ്യം രേവതിക്ക് ഇപ്പോൾ ഇല്ല. റൂമിൽ കുറച്ച് വെള്ളമൊക്കെ നേരത്തെ വെച്ചിരുന്നെങ്കിലും അതൊക്കെ തീർന്നു പോയി. പിന്നെ താഴെ പോയി കുടിക്കാൻ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതിനും കഴിയുന്നില്ല. വളരെ അവശയായിട്ട് തന്നെ രേവതി ഇങ്ങനെ കിടപ്പ് തുടരുകയാണ്. ഇവിടെ താഴെ ചന്ദ്രയും ശ്രുതിയും ആണെങ്കിൽ രേവതി ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ വെട്ടി വിഴുങ്ങുകയാണ് ഇരുന്നുണ്ട്. പെട്ടെന്നാണ് കേട്ടോ അവിടേക്ക് സച്ചി വരുന്നത്. സച്ചി ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ രേവതിയും വിളിച്ചുകൊണ്ട് വരുന്ന സച്ചി ഹോളിലൊന്നും രേവതിയെ കാണാത്തതിനെ തുടർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രമതിയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി എവിടെയെന്ന്. അപ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ തന്റെ മുമ്പിലുള്ള പാത്രം തുറന്നു നോക്കി, ഇതിലുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇപ്പോൾ സംസാരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ആ വളിച്ച കോമഡിയൊക്കെ കേട്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. സച്ചി വിട്ടുകൊടുക്കുന്നില്ല, ജോക്കായിരുന്നോ, അത് കേട്ട് ചിരിക്കാനും ഇവിടെ ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞ് സച്ചിക്കിട്ടും നല്ല താങ്ങുന്നുണ്ട്. പിന്നീട് സച്ചി റൂമിൽ ചെന്ന് നോക്കുമ്പോഴാണ് രേവതിയെ കാണുന്നത്. രേവതിയാണെങ്കിൽ ഒട്ടും വയ്യാതെ തളർന്ന അവശയായി കിടക്കുന്നത് കാണുന്ന സച്ചിയാണെങ്കിൽ വളരെ വിഷമത്തോടെ നോക്കുന്നുണ്ട്. പക്ഷേ രേവതി സച്ചി കണ്ട ഉടനെ തന്നെ ഞാൻ ഫുഡ് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വയ്യെങ്കിലും അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങുമ്പോൾ സച്ചിയാണെങ്കിൽ രേവതി അവിടെ തന്നെ പിടിച്ചിരുത്തുവാണ്. എന്നിട്ടുണ്ട് രേവതിയുടെ ദേഹത്തെല്ലാം തൊട്ട് നോക്കിയിട്ട്, എന്ത് പറ്റി, നിനക്ക് സുഖമില്ലേ, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിയാണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. അപ്പോൾ ഒന്നും കഴിച്ചില്ല അല്ലേ, വീട്ടിൽ ഇത്രയും പേരുണ്ടായിട്ടും സുഖമില്ലാതെ കിടക്കുന്ന നിനക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ ആരുമില്ലാതെ പോയല്ലോ രേവതി. വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്ത് നോക്കുമ്പോൾ അതും കാലിയാണെന്ന് സച്ചിക്ക് മനസ്സിലാവുകയാണ്. ഒരിത്തിരി വെള്ളം പോലും നിനക്ക് തരാൻ ഇവിടെ ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹോളിലേക്ക് ചെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആ ബോട്ടിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് പറയാണ്, വയ്യാതെ കിടക്കുന്ന രേവതിക്ക് ഒരല്പം വെള്ളം എടുത്ത് കൊടുക്കാൻ പോലും ഈ വീട്ടിൽ ആരുമില്ലല്ലോ, നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ എന്നെല്ലാം പറഞ്ഞ് ചോദിക്കാൻ നിൽക്കുമ്പോൾ ശ്രുതി തിരിച്ചു പറയുന്നുണ്ട്, അതിനെന്തിനാണ് നീ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നത്, സുഖമില്ലെങ്കിൽ മരുന്ന് മേടിച്ച് കൊടുക്കണം. അപ്പോൾ സച്ചി തിരിച്ചു പറയുന്നുണ്ട്, നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നീ കാണുന്നില്ലേ. അപ്പൊ ശ്രുതി പറയും, നീ കഴിക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്,
അവിടെ അവളെ ഒരുത്തിയെ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ ആയിരിക്കുന്നത് എന്ന് സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും അവളോട് ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറഞ്ഞോ എന്ന് സുധി തിരിച്ചു പറയുന്നതും ദേഷ്യം വന്ന് സച്ചിയാണെങ്കിൽ സുധിയുടെ ആ പ്ലേറ്റ്, സുധി കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് അങ്ങോട്ട് തട്ടിക്കളയാണ്. അത് കണ്ട് ദേഷ്യപ്പെട്ട് സച്ചിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ചന്ദ്രമതിക്കാണെങ്കിലും കണക്കിന് കൊടുക്കുന്നുണ്ട് സച്ചി. രേവതിയോട് നിങ്ങളൊക്കെ ഒരു തുള്ളി വെള്ളം വേണമെന്നെങ്കിലും ചോദിച്ചോ, അതുപോട്ടെ ഈ ഭക്ഷണമൊക്കെ ആരാ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യത്തിന് ആകെ നിന്ന് പരുങ്ങാണ് കേട്ടോ ചന്ദ്രമതി. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അതേസമയം ഇവിടെ റൂമിലിരിക്കുന്ന രേവതിക്കാണെങ്കിൽ ഈ വഴക്കെല്ലാം കേട്ട് വല്ലാതെ വിഷമാവുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഒരു ചെറിയ സന്തോഷവും തോന്നുകയാണ് ചെയ്യുന്നത്. കാരണം തനിക്ക് വേണ്ടി സച്ചി വീട്ടുകാരോട് എല്ലാവരോടും വഴക്കിടാൻ ചെന്നു. തന്നോടുള്ള ആ ഒരു സ്നേഹം കണ്ടിട്ട് രേവതിക്ക് ചെറിയ സന്തോഷമാവുകയാണ്. എല്ലാവരും മിണ്ടായിരിക്കുന്നത് കാണുമ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവളാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. സുഖമില്ലാതെ അവൾ ഒറ്റ ഒരുത്തി ഉണ്ടാക്കിയ ഭക്ഷണമാണ് നിങ്ങളെല്ലാവരും കൂടെ വെട്ടി വിഴുങ്ങിയത്. എന്നിട്ടും അവൾക്കൊരിത്തിരി ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? എല്ലാ ദിവസവും ഇവിടുത്തെ എല്ലാ ജോലികളും രേവതി തന്നെയാണ് ചെയ്തു തീർക്കുന്നത്. എന്നിട്ടും ഒരിത്തിരി ഭക്ഷണം കൊടുക്കുന്നതിൽ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം എന്ന് ചോദിച്ച് ചന്ദ്രമതിയോടൊക്കെ ശരിക്കും കണക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയണം. ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നേരെ രേവതിയുടെ അടുത്തേക്ക് എന്നിട്ട് രേവതിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ തയ്യാറാവുകയാണ്. കുറച്ച് വെള്ളമെല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട്. രേവതിയോട് അത് കുടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നിനക്ക് കുറച്ച് കാപ്പി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോവാണ്. അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ചുക്ക് കാപ്പിയൊക്കെ സച്ചി രേവതിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ശേഷം അത് കൊണ്ടുപോയി കൊടുത്ത് രേവതി അത് കുടിപ്പിക്കുന്നതും രേവതിക്കാണെങ്കിൽ ഇത്രയും നേരം വയറൊഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ഛർദിലൊക്കെ വരികയാണ് കേട്ടോ. ആ സമയത്ത് സച്ചി രേവതിയുടെ പുറമൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോന്നു. ശേഷം ഭക്ഷണമായിട്ട് റൂമിലൊക്കെ എത്തി രേവതി അടുത്ത് പിടിച്ചിരുത്തി ഭക്ഷണമെല്ലാം വാരി കൊടുക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ ഈ സമയം സച്ചിയെ തന്നെ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്നോടുള്ള ആ ഒരു കരുതലും സ്നേഹവും ഒക്കെ കാണുമ്പോൾ എന്താ പറയാ, രേവതിയുടെ കണ്ണ് ശരിക്കും നിറഞ്ഞു പോവാണ്. അപ്പൊ എന്തിനാ കണ്ണ് നിറഞ്ഞു ചോദിക്കുമ്പോൾ രേവതി ഒന്നും പറയുന്നില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞ് കണ്ണീര് തുടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് രേവതിയോട് ഞാൻ ഇനി ഒരു ഗ്ലാസ് കാപ്പി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി വീണ്ടും കിച്ചണിലേക്ക് പോകാൻ തുടങ്ങും. രേവതി സച്ചിയുടെ കൈ പിടിച്ച് നിർത്താണ്. എന്നിട്ട് പെട്ടെന്ന് സച്ചിയെ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്യുന്നത്. സച്ചിക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടുന്നില്ല. ആ ഒരു നിമിഷം ഒന്ന് പകച്ചു പോകുന്നുണ്ട്. എന്നിട്ട് രേവതിയെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ചേർത്ത് പിടിച്ച് രേവതിയുടെ പുറത്തൊക്കെ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് ആ മുഖമൊക്കെ കയ്യിലെടുത്തുകൊണ്ട് രേവതിയുടെ നെറ്റിയിൽ ചുംബനമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, പ്രണയപൂർവ്വം. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ രണ്ടുപേരും പ്രണയത്തോടടുക്കുകയും പ്രണയവിവശരായി അവിടെ എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്നിച്ചു ചേരുന്നുണ്ട്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവരാ രാത്രി ഒന്നാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ആവുകയാണ്. രേവതി ഉറക്കം വരുമ്പോൾ കാണുന്നത് എന്താന്ന് വെച്ചാൽ സച്ചി തന്റെ മേൽ കൈവച്ചുറങ്ങുന്നു. ആ സച്ചിയെ രേവതി പ്രണയത്തോടെ തന്നെ നോക്കുന്നുണ്ട്. പിന്നീട് തലേ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് രേവതിക്ക് വളരെ നാണം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നാണത്തോടെ അവിടെ നിന്ന് എണീറ്റ് പോകാൻ നിൽക്കുന്നതും രേവതിക്ക് തന്റെ സാരി പുറകിൽ നിന്ന് ആരോ പിടിച്ച് വലിക്കുന്ന പോലെ തോന്നാണ്. അത് സച്ചിയായിരിക്കും എന്ന് കരുതി തിരിഞ്ഞു നോക്കുന്നതും അത് സച്ചിയല്ല, സച്ചി നല്ല ഉറക്കത്തിലാണ്. പക്ഷെ സച്ചി രേവതിയുടെ ആ സാരിക്ക് മേലെ കിടന്നുറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ സച്ചിയുടെ തലയ്ക്ക് ഒരു കൊട്ടൊക്കെ കൊടുത്ത് രേവതി പിന്നീട് ഫ്രഷൊക്കെ ആകാൻ പോകുന്നു. ഫ്രഷായി തിരിച്ചു വന്ന ശേഷവും സച്ചി ഉണർന്നിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. രേവതി സച്ചിയെ തന്നെ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ട് തലേ ദിവസത്തെ ആ കാര്യങ്ങളെല്ലാം പിന്നെയും അവരൊന്നായ നിമിഷങ്ങളെല്ലാം പിന്നെയും ഇങ്ങനെ ആലോചിച്ച് വളരെ നാണത്തോടെ തന്നെ ഇത്രയും നാളത്തെ ആ കാത്തിരിപ്പ് സഫലമായതിന്റെ സന്തോഷത്തിൽ കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് രേവതി ഇങ്ങനെ ചിരിയോടെ നിൽക്കുന്നു. റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആ നാണവും ചിരിയും ഒക്കെ ഉണ്ട് രേവതിയുടെ മുഖത്ത്. പക്ഷെ പെട്ടെന്നാണ് കേട്ടോ ചന്ദ്രമതി അങ്ങോട്ട് മുകളിലേക്ക് വരുന്നത്. രേവതിയെ കുറേ നേരമായിട്ടും കാണുന്നില്ല. അപ്പോൾ രേവതി അന്വേഷിച്ചുകൊണ്ട് ചന്ദ്രമതി മുകളിലോട്ട് പോകുന്നതും പെട്ടെന്ന് ചിരിച്ച് നാണിച്ചു വരുന്ന രേവതിയെ കണ്ട് ശരിക്കും അന്തം വിടുകയാണ് ചന്ദ്രമതി. രേവതി അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ചന്ദ്രമതിക്ക് എല്ലാം പിടികിട്ടുകയാണ്. രേവതി അരിശത്തോടെ നോക്കുകയും ചെയ്യുന്നു.